നമസ്കാരം. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 12 സംസ്ഥാനങ്ങളിലും പുതുച്ചേരി ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കർണാടകയിലെ 14 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് ആകെ പ്രതീക്ഷയുള്ളത് കർണാടക മാത്രമാണ്. എന്നാൽ കോൺഗ്രസ് ജെഡിഎസ് സഖ്യത്തെ മറികടന്ന് 2014 വിജയം ആവർത്തിക്കാൻ ഇത്തവണ എൻഡിഎക്ക് കഴിയില്ലെന്നാണ് വിലയിരുത്തലുകൾ. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും കർണാടകയിൽ 28 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഇതിനു പുറമെ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. അതോടൊപ്പം ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും ഉദ്ധംപൂരിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാടും കർണാടകയും വ്യാഴാഴ്ച എങ്ങനെ വിധിയെഴുതുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് സാധ്യത കൽപ്പിക്കുന്നത് കർണാടകയിൽ മാത്രം. കർണാടകയിൽ കോൺഗ്രസും ജെഡിഎസും സഖ്യത്തിലാണ് മത്സരിക്കുക. ശക്തമായ പോരാട്ടം നടക്കുന്നത് തുംകൂർ, മാണ്ഡ്യ, ദക്ഷിണ കന്നഡ, ചിക്കബല്ലാപൂർ എന്നീ മണ്ഡലങ്ങളിലാണ്. എൻഡിഎ മേൽക്കൈ നേടുമെന്നാണ് സർവേകളെങ്കിലും 2014 17 സീറ്റ് നേട്ടം ആവർത്തിക്കാൻ എൻഡിഎക്ക് കഴിയില്ലെന്നാണ് വിലയിരുത്തലുകൾ. ദക്ഷിണ കന്നഡയിൽ നിന്ന് നളിൻകുമാർ കട്ടീലാണ് ബിജെപി സ്ഥാനാർത്ഥി. ബംഗളൂരു നോർത്തിൽ നിന്നും ഡിവൈ സദാനന്ദഗൌഡയും മാണ്ഡ്യയിൽ നിന്ന് സുമലത ബിജെപി സ്വതന്ത്രയുമായാണ് ജനവിധി തേടുന്നത്. അതേസമയം ചിക്കബല്ലാപൂരിൽ നിന്ന് വീരപ്പ മൊയ്ലിയും തുംകൂരിൽ നിന്ന് ജെഡിഎസിന്റെ ദേവഗൌഡയും മത്സരിക്കും. മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജെഡിഎസ് കോൺഗ്രസ് സഖ്യം. എന്നാൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ ജെഡിഎസിനകത്തു നിന്നുള്ള അസ്വാരസ്യങ്ങൾ തിരിച്ചടിയായേക്കും. സുമലതയും മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയും മത്സരിക്കുന്ന മാണ്ഡ്യയിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങൾ തിരിച്ചടിയായേക്കുമെന്നാണ് സൂചനകൾ. വൊക്കലിംഗ സമുദായത്തിന്റെ വോട്ടുകളാണ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കോൺഗ്രസ് DMK സഖ്യത്തിന് മേൽക്കൈ ഉണ്ടെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. മായാവതിക്കുള്ള പരീക്ഷണമായ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളും മഹാസഖ്യത്തിന് നിർണായകമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മായാവതിക്ക് വിലക്ക് നൽകിയതോടെ തിരിച്ചടി നേരിടാനുള്ള സാധ്യതകളും വിരളമല്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധികാരപരിധികളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയിൽ വിശദീകരണം നൽകും. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും BSP നേതാവ് മായാവതിയെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കിയതും കമ്മീഷൻ കോടതിയെ അറിയിച്ചേക്കും. ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പരിമിതികളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേ ഉള്ളൂ. ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ അധികാരം ഇല്ലെന്നായിരുന്നു കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. ഈ മറുപടിയെ തുടർന്നാണ് കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് പരിശോധന ആവശ്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി വിശദീകരണം നൽകണം എന്നും കോടതി ഉത്തരവിട്ടത്. മുസ്ലിം പള്ളികളിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ വിലക്ക് കൽപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിലക്ക് ഭരണഘടനയുടെ 14, 15, 21, 25, 29 വകുപ്പുകളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജസ്റ്റിസ് SA ബോബ്ഡെ, ജസ്റ്റിസ് അബ്ദുൽ നസീർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ടാങ്കർ ലോറി ഇടിച്ച് 3 മരണം. ഗുഡ്സ് ഓട്ടോയുമായി ഇടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ച 3 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. SK ഷബീർ അലി, സൈദുൽ ഖാൻ, SK സാദത്ത് എന്നിവരാണ് മരിച്ചത്. വിഷുദിനത്തിൽ വടകരയിൽ ഇടത് സ്ഥാനാർത്ഥി P ജയരാജനെ കാണാനും വിജയാശംസ നേരാനുമായി ഗുജറാത്തിൽ നിന്ന് 2 പേരെത്തി. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ P ജയരാജന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്ന് കുതബ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും അറിയിച്ചു. ഗുജറാത്ത് കലാപകാലത്ത് ഇരയും വേട്ടക്കാരനുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞവരാണ് ഇരുവരും. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്തയേടായ ഗുജറാത്ത് കലാപകാലത്തെ ഇവരുടെ മുഖങ്ങൾ ആരും മറന്നു കാണില്ല.
ജീവനു വേണ്ടി തൊഴുകയോടെ നിന്ന കുത്തബുദ്ദീൻ അൻസാരിയും കൊലവിളി മുഴക്കി നിൽക്കുന്ന അശോക് മോച്ചിയും. മുമ്പും ഇവരൊരുമിച്ച് കണ്ണൂരിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ എത്തിയത് വിഷുദിനത്തിൽ പി ജയരാജന്റെ പാട്യത്തെ വീട്ടിലേക്ക്. പി ജയരാജനുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ഇരുവരും കേക്കുമായെത്തി മധുരം പങ്കിട്ടു. ഒരുമിച്ച് വിഷുസദ്യയും കഴിച്ചു. പിന്നീട് അല്പം രാഷ്ട്രീയ ചർച്ച. മോദി എന്താണെന്ന് ഗുജറാത്ത് മാത്രമല്ല കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ജനം മുഴുവൻ അനുഭവിച്ചുവെന്ന് കുത്തബുദ്ദീൻ അൻസാരി പറഞ്ഞു. 2014 जैसा माहौल नहीं है. 5 साल के अंदर इंडिया को ये तो मालूम पड़ गया कि नरेंद्र मोदी क्या है. पहले खाली गुजरात के लोग ही समझ रहे थे इस चीज़ को, लेकिन दिल्ली में आने से पूरे देश के लोगों ने इस चीज़ को समझा और फैसला देश के हाथ में आएगा कि सरकार चलाने जैसी है कि नहीं चलाने जैसी. जनता जो चाहेगी वो होगा. മോഡി ഉയർത്തുന്ന ആശയങ്ങളെ പ്രതിരോധിക്കാൻ ജയരാജൻ ജയിക്കണമെന്നതിനാലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതെന്ന് അശോക് മോച്ചിയും പറഞ്ഞു. यह इलेक्शन जो है नो कंपटीशन कहा जाता है. मोदी जी खुद कहा है कि मुझे कोई चैलेंज नहीं दे रहा है. अगर पीजे राजन सर अगर पार्लियामेंट में जाएंगे तो उनको चैलेंज देने वाला कोई मिलेगा. ऐसा വിഷുദിനത്തിൽ കുത്തബുദ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും വീട്ടിലെത്തിയതിലുള്ള സന്തോഷത്തിലായിരുന്നു പി ജയരാജൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അവർ എന്നെ കാണാൻ വന്നത്, എനിക്ക് പിന്തുണ തരാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. പി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇവർ രണ്ടുപേരും ഇന്നു മുതൽ വടകര മണ്ഡലത്തിലുണ്ടാവും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 1995-2007 കാലഘട്ടത്തിൽ 965 കർഷകരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വയനാട്ടിൽ ആത്മഹത്യ ചെയ്തത്. കാപ്പിക്കും കുരുമുളകിനും ചുങ്കം കുറച്ച് ഇറക്കുമതി ചെയ്യാൻ വൻകിട കുത്തകൾക്ക് കോൺഗ്രസ് സർക്കാർ നൽകിയ അനുമതി കർഷകർക്ക് തിരിച്ചടിയായി. കാർഷിക മേഖലയായ വയനാട്ടിലെ പുൽപ്പള്ളി ഇന്നും കരകയറിയിട്ടില്ല. ആ ദുരിതകാലത്ത് നിന്ന് കർഷക വിരുദ്ധ നയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഇവിടെ ചർച്ചയാവുകയാണ്. ഇന്ത്യയിൽ വിദർഭയ്ക്ക് ശേഷം അക്കാലത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്തത് വയനാട്ടിലാണ്. 3000-ഓളം കർഷകരെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന കബരിയുടെ കരയിലെ കുടിയേറ്റ കർഷക ഗ്രാമമായ പുൽപ്പള്ളിയിലായിരുന്നു ഇതിൽ ഭൂരിഭാഗവും. നമ്മുടെ കർഷകരുടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് പുൽപ്പള്ളി മാറി. അതുപോലെ വയനാട് നമുക്കറിയാം, വയനാട് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു ജില്ലയായിട്ടാണ് വയനാട് കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. 100 കണക്കിന് കർഷകർ ഇവിടെ ആത്മഹത്യ ചെയ്തു. രാജ്യത്തെ പ്രധാന കുരുമുളക് ഉൽപാദന കേന്ദ്രമായിരുന്ന ഒരു കാലത്ത് കേരളത്തിന്റെ ഗൾഫ് എന്നറിയപ്പെട്ട പ്രദേശമായിരുന്നു പുൽപ്പള്ളി. 1980 മുതൽ പേരുകേട്ട വയനാടൻ കുരുമുളക് എന്ന കറുത്ത പൊന്നിന്റെ പെരുമ 90കളിൽ അവസാനിച്ചു. ഏറ്റവും കൂടുതൽ മലഞ്ചരക്ക് കടകളുണ്ടായിരുന്ന ഈ ചെറു പ്രദേശത്ത് കർഷകർ കൂട്ടത്തോടെ കൃഷി ഉപേക്ഷിച്ചു. വിലത്തകർച്ച മൂലമാണ് ഇപ്പോൾ കർഷകർ ഇത് കൃഷി ചെയ്ത് ഒരു കാരണവശാലും ഒക്കൂല ഇന്ന് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ. ആസിയാൻ കരാറിലൂടെ ഇറക്കുമതി തീരുവ വെട്ടിച്ചുരുക്കിയതിന്റെ ഫലമായി നാണ്യവിളകൾക്ക് വൻ വിലയിടിവാണുണ്ടായത്. ശ്രീലങ്ക, വിയറ്റ്നാം, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും ടൺ കണക്കിന് കുരുമുളക് കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ എത്തിയതോടെ ഇവിടെ വിളയിപ്പിക്കുന്നതിന് വിലയില്ലാതായി. ഇതേ നയങ്ങൾ മോദി സർക്കാരും തുടർന്നതോടെ ഇന്ത്യയിൽ എവിടെയും എന്ന പോലെ പുൽപ്പള്ളിയും ഇന്നും ആ തകർച്ചയിൽ നിന്ന് കരകയറിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കിലോയ്ക്ക് 800 രൂപ വരെ വില ലഭിച്ചിരുന്ന കുരുമുളകിനിപ്പോൾ 280 മുതൽ 300 രൂപ വരെയാണ് വില. ഉൽപാദന ചെലവ് പോലും കർഷകർക്ക് കിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഈ കർഷക വിരുദ്ധ നയങ്ങൾ കൂടി വയനാട്ടിൽ ചർച്ചയാവുകയാണ്. അനൂപ് കയാർ, വയനാട്. തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും. കാശ് കൊടുത്തുള്ള കള്ളപ്രചാരണമാണ് ഇപ്പോൾ വരുന്ന സർവേകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ബി.ജെ.പി. നിലപാടുകളെ വി.എസ്. അച്യുതാനന്ദനും ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ സജീവമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും 3 കേന്ദ്രങ്ങളിലായിട്ടാണ് പര്യടനം നടത്തിയത്. കാശ് കൊടുത്തുള്ള കള്ളപ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്ന സർവേകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2004 ഇതിന് ഉദാഹരണമാണ്. ഇത്തവണ അതിനേക്കാൾ മികച്ച വിജയം LDF നേടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പിന്നെ ചില പ്രചരണ രീതികൾ ഇപ്പോൾ ഉണ്ടല്ലോ, പ്രചരണ രീതി പണം കൊടുത്തുണ്ടാക്കുന്നതാണ്. അത് നാടിൻ്റെ അഭിപ്രായമല്ല, വോട്ടറിൻ്റെ അഭിപ്രായമല്ല, വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ല. ചില അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. ആ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള പണസ്വാധീനവുമുണ്ട്. ആ പണസ്വാധീനമുള്ളവർ മറ്റു പല പ്രചരണങ്ങളും കഴിച്ചുകൂടും. അതൊന്നും നാടിനെയോ നാട്ടുകാരെയോ വോട്ടർമാരെയോ ബാധിക്കുന്ന കാര്യമല്ല. കോൺഗ്രസ് ബി.ജെ.പി. നിലപാടുകളെ വി.എസ്. അച്യുതാനന്ദനും ചോദ്യം ചെയ്തു. ഇപ്പോൾ
ചില വിശ്വാസ സംരക്ഷകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സംഘപരിവാർ സംഘടനകളും നാളെ അതിൽ ചേരാനുള്ള കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരേ വീറോടെ രംഗത്തുണ്ട്. വിശ്വാസ സംരക്ഷണത്തിനായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന ഈ അവസരവാദികൾക്ക് വേണ്ടത് വിശ്വാസികളുടെ വോട്ടാണ്. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഉറ്റുകൊടുക്കാൻ കോൺഗ്രസുകാർക്ക് ഒരു മടിയുമില്ല. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് മുന്നോടിയായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരുക്കിയ ബൈക്ക് റാലിയും നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനങ്ങൾ വലിയ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യൂത്ത് ഫോർ ജോയ്സ് എന്ന മുദ്രാവാക്യമുയർത്തി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള യൂത്ത് പാർലമെന്റ് ഇന്ന് കട്ടപ്പനയിൽ നടക്കും. വൈകിട്ട് 4 നടക്കുന്ന സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി. യുവശക്തി വിളിച്ചറിയിക്കുന്ന പ്രകടനവും ഉണ്ടാകും. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേക്കെതിരെ പത്തനംതിട്ട LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേ ഫലങ്ങൾക്കെതിരെയാണ് പത്തനംതിട്ടയിലെ LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമായാണ് ഈ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേ ഫലത്തെ കാണാൻ കഴിയുമെന്ന് LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ സർവേ ഫലങ്ങൾ തകിടം മറിച്ചുകൊണ്ടാണ് കേരളത്തിൽ LDF ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത്. സർവേ ഫലം ഇടതുമുന്നണിയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും അനന്തഗോപൻ പറഞ്ഞു. ഈ ചാനൽ സർവേകളുടെ ഫലത്തെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ജനമനസ്സുകളിൽ തെറ്റായ ചിന്ത പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള സർവേ ഫലങ്ങളാണ് പുറത്തുവിടുന്നത് എന്നത് തന്നെയാണ്. ഇത് BJPയെയും കോൺഗ്രസിനെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ നടത്തുന്ന ഈ സർവേ പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ജനമനസ്സുകളിൽ ഇടം നേടിയ വീണ ജോർജിനെ പരാജയപ്പെടുത്താൻ ഇത്തരം ചാനൽ സർവേകൾക്ക് കഴിയില്ല. ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ആശങ്കയുണ്ടാക്കാനും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർവേ ഫലങ്ങളാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. കൃത്രിമമായി സൃഷ്ടിക്കുന്ന സർവേ ഫലങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുകയാണെന്നും വർഗീയതയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ജനങ്ങൾ എല്ലായ്പ്പോഴും ഇടതുമുന്നണിക്കൊപ്പമാണെന്നും അഡ്വക്കേറ്റ് K അനന്തഗോപൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പാവപ്പെട്ടവരുടെ അന്നം മുടക്കാൻ പരാതി നൽകിയ പ്രേമചന്ദ്രനോട് എഴുത്തുകാരൻ അശോകൻ ചെരുവിലിന്റെ ചോദ്യം: MLA, MP, മന്ത്രി പദവികൾ നേടാനുള്ള മാത്രമാണോ രാഷ്ട്രീയം? തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പാവപ്പെട്ട ജനങ്ങളുടെ അന്നം മുടക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം തെറ്റായിപ്പോയെന്നും അശോകൻ ചെരുവിൽ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ പാവപ്പെട്ടവർക്കായി വിതരണം ചെയ്തുവരുന്ന പൊതിച്ചോറിനെതിരെയാണ് MK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അന്നം മുടക്കാനാണോ പരാതി നൽകിയതെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ UDFിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. എഴുത്തുകാരനായ അശോകൻ ചെരുവിലും ഫേസ്ബുക്കിൽ തന്റെ പ്രതിഷേധം കുറിച്ചു. MLA, MP, മന്ത്രി പദവികൾ നേടാനുള്ളത് മാത്രമാണോ രാഷ്ട്രീയമെന്ന് അദ്ദേഹം പ്രേമചന്ദ്രനോട് ചോദിച്ചു. ഇതുപോലുള്ള കള്ളനാണയങ്ങൾ സ്വന്തം സ്വാർത്ഥലാഭത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും നികൃഷ്ടമായ കൂറുമാറ്റവും നടത്തുന്നവനെ 18 അടവും പയറ്റുന്നവനെ പരാജയപ്പെടുത്തണമെന്ന് അശോകൻ ചെരുവിൽ പറഞ്ഞു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ആ ഭക്ഷണ വിതരണത്തിനെതിരെ ശ്രീ NK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായിട്ടാണ് അറിയുന്നത്. MLA, MP, മന്ത്രി തുടങ്ങിയിട്ടുള്ള വലിയ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും നേടുന്നതിനും അതിനുവേണ്ടി അവസരത്തിനനുസരിച്ച് കൂറുമാറ്റം നടത്തുന്നതും മാത്രമാണോ രാഷ്ട്രീയം
എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? സാംസ്കാരിക രംഗത്തെ നിരവധി പേരിപ്പോൾ പാവപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നടത്തുന്ന അന്നദാനത്തെ പ്രശംസിച്ചും അന്നം മുടക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്താനും അഭ്യർത്ഥിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു തുടങ്ങി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ശശി തരൂരിനെ സന്ദർശിച്ചു. ഇന്ന് രാവിലെയോടെയായിരുന്നു സന്ദർശനം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും തരൂരിനെ സന്ദർശിക്കാൻ എത്തിയേക്കും. ഇന്നലെയാണ് ഗാന്ധാരിയമ്മൻ കോവിലിൽ തുലാഭാരത്തിനിടെ ത്രാസ് പൊട്ടി വീണ് ശശി തരൂരിന് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് സർവേഫലം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതെന്ന് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P. രാജീവ്. ലഭിക്കാവുന്ന വോട്ടിന്റെ ശതമാനവും സീറ്റുകളുടെ എണ്ണവും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുന്നത് സാമ്പിളിംഗിലെ പിശക് മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും പ്രചരണം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ സർവേഫലം പ്രചോദനം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യത്തെ സർവേ പറയുന്നത് 250 പേരെയാണ് കണ്ടേക്കുന്നത്. അതും 2 അസംബ്ലി മണ്ഡലങ്ങൾ. കഴിഞ്ഞ സർവേ 500 പേരെ കണ്ടുവെന്നാണ്. എത്ര അസംബ്ലി മണ്ഡലങ്ങളാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും പ്രീ പോളിനകത്ത് ഒരു എറർ ഫാക്ടർ കൂടുതലാണ് സാധാരണ രീതിയിൽ തന്നെ. ഇപ്പോൾ റാൻഡം സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നതിലുള്ള സൂക്ഷ്മമായ ശാസ്ത്രീയത ഇല്ലെങ്കിൽ അത് പാളാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇന്നലെ വന്ന സർവേ അനുസരിച്ചായിരുന്നുവെങ്കിൽ കേരളത്തിൽ LDFന് 60 സീറ്റാണ് പരമാവധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടേണ്ടിയിരുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി സീറ്റിലേക്കും പെർസെൻറ്റേജിലേക്കുമുള്ള മാറ്റത്തിൽ എപ്പോഴും പാളിപ്പോകുന്നുണ്ട്. ഞാനതിന് ഈ വശം കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണേണ്ട കുറച്ച് ആളുകളുണ്ട് എന്നൊരു ചിന്ത എന്നിലേക്ക് എത്തിക്കുന്നത് സഹായകരമാണ്. അപ്പോൾ അവരിലേക്ക് കൂടി എത്താനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കുക. സംസ്ഥാനത്ത് താപനില ഏപ്രിൽ മാസത്തിൽ ഉയർന്നു നിൽക്കും. എന്നാൽ ഇന്നു മുതൽ 19 വരെ വേനൽ മഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടിയ നിലയിൽ തുടരുന്ന സാഹചര്യത്തിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ വേനൽമഴ എത്തിത്തുടങ്ങി. ഇന്നു മുതൽ ഈ മാസം 19 വരെ സംസ്ഥാനത്ത് പരക്കെ ചെറിയ തോതിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. എന്നാൽ താപനില ഏപ്രിൽ മാസത്തിൽ ഉയർന്നു തന്നെ നിൽക്കും. 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ശരാശരിയിൽ നിന്നും ഉയരും എന്നതിനാൽ സൂര്യാതപ മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നീട്ടിയിട്ടുണ്ട്. മെയ് മാസത്തോടെ ചൂടിന്റെ കാഠിന്യം കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അതേസമയം കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ജൂലൈ മാസത്തോടെ ദുർബലപ്പെടും. ഇതോടെ കേരളത്തിൽ ഉൾപ്പെടെ കനത്ത മഴ ലഭിക്കാനാണ് സാധ്യത. എൽനിനോ പ്രതിഭാസം കാരണം പക്ഷേ കാലവർഷം എത്താൻ വൈകുമെന്നും അറിയിപ്പ് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗാന്ധി കുടുംബത്തിനൊപ്പം നിന്ന അമേഠിയിൽ നിന്ന് പരാജയ ഭീതി കൊണ്ടാണ് ഇക്കുറി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി മത്സരിക്കുന്നതെന്ന് CPI നേതാവും മുൻ മന്ത്രിയുമായ മുല്ലക്കൽ രത്നാകരൻ. മോദിക്കെതിരെയും വർഗീയതയ്ക്കെതിരെയുമാണ് രാഹുലിന്റെ മത്സരമെങ്കിൽ അതിന് വടക്കേ ഇന്ത്യ തന്നെ തെരഞ്ഞെടുക്കണമായിരുന്നുവെന്നും മുല്ലക്കൽ രത്നാകരൻ പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പന്തളത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളിക്കളത്തിൽ BJP മുഖ്യമായി മത്സരിക്കുന്ന ഒരിടത്ത് അദ്ദേഹം മത്സരിക്കണം. UP കോൺഗ്രസിന്റെ പെരും കോട്ടയായിരുന്നു നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. പിന്നെ അവരുടെ കയ്യിലിരിപ്പുകൊണ്ട് തകർന്ന് ഇപ്പം BJP അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ ഒരു ചെറിയ പാർട്ടിയാണ്.